Welcome to MIG Podcast. ഹായ്, ഞാൻ ടോണി. ഹായ്, ഞാൻ ജസ്റ്റിന. ഹലോ ഗൈസ്, ഞാൻ ജസ്ലിൻ. ഹായ് ഓൾ, ഞാൻ ഗ്രേസ്. ഹായ്, ഞാൻ അദീം. പാർട്ട് 2 പ്രൊബേഷൻ ആണ് നമ്മൾ വരുന്നത്. ഓക്കെ, അതായത് ഹൗസ് ബിൽഡിങ്ങിന്റെ പ്രൊബേഷൻ 6 months ആണ് പ്രോപ്പസൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ബ്ലോക്ക് തിയറി ക്ലാസ് ആയിരിക്കും. ഒരു 1 month അല്ലെ 1.5 month തിയറി ക്ലാസ്. അത് കഴിഞ്ഞിട്ട് ഒരു 1.5 month പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരിക്കും. അതായത് നമ്മുടെ കോളേജിന്റെ ഹോസ്പിറ്റലിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പല ഇത് കിട്ടും. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടും. അപ്പൊ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ടൈമിൽ തന്നെ ആദ്യത്തെ തിയറി ബ്ലോക്കിന്റെ സമയത്ത് നമുക്ക് ആദ്യം ഒരു എക്സാം നടത്തും. എനിക്കുണ്ടായിരുന്നു. എനിക്ക് എക്സാം മാത്രം, മീൻസ് റൈറ്റിംഗ് എക്സാമേ ഉള്ളായിരുന്നു എനിക്ക് ആദ്യത്തെ ഇത്. അതിനുശേഷം പിന്നെ പ്രാക്ടിക്കലിന്റെ ടൈമില് നമ്മുടെ പ്രാക്ടിക്കൽ തുടങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേഷൻ വർക്കിംഗ് പ്ലേസില് ഒരു ഇന്റർവ്യൂ പോലും, മീൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് അവര് പറഞ്ഞുതരും. അതിനുശേഷം ഇതിന്റെ ഒരു മിഡ് ആകുമ്പോഴത്തേക്കും, ഇടയ്ക്കാകുമ്പോഴത്തെ ഒരു മാസത്തിന് പകുതി ആകുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ സെഷൻ പോലെ സ്കൂളിൽ നിന്ന് ടീച്ചർ വരും. അതായത് കോളേജിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് ടീച്ചർ വന്ന് നമ്മളെ കുറിച്ചുള്ള ഒരു റിവ്യൂ അവര് നമ്മുടെ സ്റ്റേഷന്റെ മെയിൻ ആളുമായിട്ട് ഇരുന്നിട്ട് ഇവൻ എങ്ങനെയുണ്ട്, ഇവൻ എങ്ങനെയുണ്ട്, ഉടായിപ്പാണോ എന്നൊക്കെ ചോദിക്കും. സ്കൂളിൽ പോയിട്ട് അത് ഇവര് ചർച്ച ചെയ്യും. എന്നിട്ട് അവര് സെലക്ട് ചെയ്യും, ഇത്ര പേര് ഓക്കെ പാസ്. അപ്പം ടീച്ചർ വന്നിട്ട് നമ്മളെ ഇത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ടാക്ക് കഴിയുന്ന ദിവസം ഒരു 3 ഇന്റർവ്യൂ ഉണ്ട്. അതില് ലാസ്റ്റ് ഡേയില് വേണമെങ്കിൽ നമുക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ വേണമെങ്കിൽ വന്ന് നമുക്ക് ഇന്റർവ്യൂ നടത്താം. അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്റ്റാഫുമായിട്ട് നമ്മളെങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും നമ്മളോട്. എന്നിട്ട് അവർ റിവ്യൂ നമുക്ക് തുടങ്ങുമ്പോ ഒരു വലിയൊരു ഫയൽ തരും. പ്രാക്ടിക്കൽ തുടങ്ങുമ്പോ ആ പ്രാക്ടിക്കൽ വരുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ മാർക്കൊക്കെ ഇട്ടിട്ട് അവസാനം നമുക്ക് അത് തന്നു വിടും. ഈ പ്രാക്ടിക്കൽ കഴിയുമ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് കോളേജിൽ സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡ് ബ്ലോക്ക് തുടങ്ങും, തിയറി ക്ലാസ് തുടങ്ങും. അതായത് ഇത് പ്രൊബേഷന്റെ ടൈമില് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ പ്രൊബേഷൻ കയറി, പിന്നെയും ഒരു ഇന്റർവ്യൂ ഉണ്ട് പ്രൊബേഷൻ. ഇതിന്റെ ഇടയ്ക്ക് എക്സാംസ്, ഇന്റർവ്യൂസ് അങ്ങനെ ഉണ്ട്. അത് നമ്മൾ പഠിക്കുന്ന ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂ വരുന്നത്. അത് പറഞ്ഞു വരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തിയറി ബ്ലോക്ക് തുടങ്ങുമ്പോ ഇപ്പൊ ഞാൻ സെക്കൻഡ് തിയറി ബ്ലോക്കിലാണ്. പ്രൊബേഷൻ കഴിഞ്ഞിട്ടുള്ളത്? പ്രൊബേഷൻ കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ പ്രൊബേഷന് ഈ 6 മാസത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതെ. അപ്പം ഇതിപ്പോ ഞാനിപ്പോ എന്റെ 4th month ആണ്. ഇത് വ്യത്യാസം ഉണ്ടാവുകയോ ഇപ്പൊ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അത് കോളേജ് ടു കോളേജ് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പഠിക്കുന്ന കോളേജ് പോലെയായിരിക്കും ജസ്റ്റിന പഠിക്കുന്ന കോളേജ്. അതെ, പക്ഷെ ഏകദേശം ഇതേപോലെ തന്നെയാണ്. അതായത് പ്രൊബേഷൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സാംസ് ഉണ്ടാവും, ഒരു റിവ്യൂസ് 2-3 റിവ്യൂ സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനും സ്കൂളുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ പറയാൻ പറ്റത്തില്ല, ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഇതുണ്ടാവും. എന്നിട്ട് അവിടെ നമുക്ക് ഫീഡ്ബാക്ക് ഒരു മാർക്ക് തരും, സ്കോർ തരും. ആ സ്കോർ നമ്മുടെ ഈ പ്രൊബസൈറ്റിലെ ടൈമില് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ സ്കോർ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള ഫേറ്റ് ഇരിക്കുന്നത്. നമുക്ക് ഈ സമയത്തൊക്കെ കിട്ടുന്ന ഓരോ സ്കോർ ഉണ്ട്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു സ്കോർ കിട്ടും ലാസ്റ്റ്. അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒരു തിയറി എക്സാമും ഒരു പ്രാക്ടിക്കൽ എക്സാമും. എനിക്ക് പക്ഷെ അങ്ങനല്ല, ഓരോ കോളേജ് ബേസ്. എനിക്ക് ആദ്യത്തെ ബ്ലോക്ക് കഴിഞ്ഞപ്പം ആദ്യത്തെ ഒരു എക്സാം ഇട്ടു. അതിനുശേഷം പിന്നെ പ്രാക്ടിക്കൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ 1.5 മാസം അതിന്റെ ഇന്റർവ്യൂസും പിന്നെ അവിടെ നമുക്ക് അതിന്റെ സ്കോർ കിട്ടി. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ സെക്കൻഡ് തിയറി ബ്ലോക്കിലാണ്. ആ തിയറി ബ്ലോക്കിലാണ് എന്റെ പ്രൊബസൈറ്റ് എക്സാം തുടങ്ങിയത്, മെയിൻ എക്സാം തുടങ്ങുന്നത്. അന്നേരവും ആ പഴയ എക്സാമിന്റെ ഇവിടെ എക്സാം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ആയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ഉണ്ട്, സ്പീക്കിംഗ് ആയിട്ടുണ്ട്. ഇതിൽ രണ്ടിനും നമ്മൾ നല്ല രീതിയിൽ സ്കോർ ചെയ്താലേ ഈ പ്രൊബസൈറ്റിന്റെ മാർക്ക്, അവർ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നോക്കിയിട്ടാണ് പ്രൊബസൈറ്റിന്റെ മാർക്ക് അവിടെ ഇരുന്നത്. ഞങ്ങൾക്ക് ഇപ്പം സെക്കൻഡ് ബ്ലോക്ക് തുടങ്ങിയപ്പം എന്റെ സ്പീക്കിംഗ് കഴിഞ്ഞു, സ്പീക്കിംഗ് എക്സാം കഴിഞ്ഞു. ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത റൈറ്റിംഗ് എക്സാമിനാണ്. ഇപ്പൊ റൈറ്റിംഗ് എക്സാമിന്റെയും സ്പീക്കിംഗ് എക്സാമിന്റെയും പഴയ കിട്ടിയ എക്സാമിന്റെയും
പിന്നെ എന്റെ ഇപ്പൊ പ്രാക്ടിക്കൽ കഴിഞ്ഞ എക്സാമിന്റെ പോയിന്റും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അവരൊരു വിലയിരുത്തലുണ്ടാക്കും. അതിനുശേഷം ഇപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ തിയറി ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ തുടങ്ങുന്നുണ്ട് ഫെബ്രുവരി എൻഡോടെ. ആ സമയത്ത് കോളേജിൽ നിന്ന് നമുക്ക് ഒരു ടെർമിൻ തരും. അന്നേരം നമ്മളെ വിളിക്കും. എന്നിട്ട് കോളേജിലെ മെയിൻ ആളും നമ്മുടെ ക്ലാസ്സിലെ ഓരോ ലീഡിങ് ഫാക്കൽറ്റി കാണും, ക്ലാസ് ടീച്ചറും ആയിട്ട് നമ്മളൊരു ഇതുണ്ട്, ഒരു ചെറിയ എങ്ങനെയുണ്ട് നീ ഇപ്പൊ, നിനക്ക് എങ്ങനെ തോന്നുന്നു, പോരാ എന്നിട്ട് പറയും ടോണിയുടെ മാർക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എനിക്ക് ലാംഗ്വേജിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, കണ്ടിന്യൂ അത് എനിക്കറിയത്തില്ല, ഇനി ബാക്കി എങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല. ഇത്രയും വരെ ഞാൻ ഇങ്ങനെ ടെൻഷനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റിനയുടെ കാര്യങ്ങൾ പഠനത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തീരെ നിൽക്കുവാണ്. ഒരു തീ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കടന്നു ഇനി എല്ലാവരും ശരിയായി, ഇനി രക്ഷപ്പെട്ടെന്നുള്ള രീതിയില്. അന്നേരമാണ് അടുത്ത തിയറി ബ്ലോക്ക് വരുന്നത്. ആ തിയറി ബ്ലോക്ക് വന്നതോടെ ഞാൻ മനസ്സിലായി മോനെ ഇത് ശരിയാവില്ല. ഞാൻ അന്നാണ് ഞാൻ അറിയുന്നത് നമ്മൾ ഓരോ പഠിച്ചു തുടങ്ങുമ്പോ എന്തായാലും അതിന്റെ ഡിഫിക്കൽട്ടി ഇത് കൂടി വരും. ഇത്രയും 3 ടെക്സ്റ്റ് പഠിച്ചെടുക്കണ്ടായി, അങ്ങനെ എന്തായാലും പാടാണ്. എന്ന് പറഞ്ഞാല് പ്രോഗ്രസ് ആയിട്ട് കഴിയുമ്പോ നമുക്കൊരു റിലീഫ് കിട്ടും. കാരണം ഒരു റീസൺ ഇല്ലാതെ നമ്മളെ പറഞ്ഞു വിടത്തില്ല എന്നൊരു റിലീഫ് കിട്ടും. പിന്നെ പഠിക്കുന്നതിന്റെ ഓരോ ഇത് സോഴ്സസ് കൂടിയിരിക്കും. ഈ ബുക്ക് അല്ലാണ്ട് വേറെ സോഴ്സസ് ഉണ്ടോ? അല്ല, മീൻസ് ടോപ്പിക്സ് പഠിക്കുന്ന അതായത് പഠിക്കുന്ന കാര്യങ്ങളുടെ ഇത് കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ ഒപ്പം നിങ്ങൾ ജോലി ചെയ്യണം. ജോലി ഇൻ ദ സെൻസ് അത് ജോലിയല്ല. നമുക്ക് ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലിൽ തിയറി പ്രാക്ടിക്കൽ പഠിച്ച സാധനം പ്രാക്ടിക്കൽ തിയറി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രാക്ടിക്കൽസ്. അതാണ് ജോലി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രാക്ടിക്കൽ സെക്ഷൻ, തിയറി സെക്ഷൻ. അതായത് നമ്മൾ പഠിക്കുന്ന സംഭവങ്ങൾ നമ്മൾ സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ശരിയാണ്. ഒരു കാര്യം നമുക്ക് പഠിച്ചത് ചെയ്ത് ട്രൈ ചെയ്യാനുള്ള. ഇനി അടുത്തത് മൂന്നാമത് കാര്യം കഴിഞ്ഞിട്ടില്ല. എനിക്ക് അറിയത്തില്ല, ജസ്റ്റിനയുടെ പ്രോബസൈറ്റിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിനെക്കാട്ടി എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് ഇതൊന്നും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ടോണി പറഞ്ഞതില് വ്യത്യാസം കണ്ടെന്ന് വെച്ചാല് ഞങ്ങളുടെ കോളേജില് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പൊ ഒറ്റ എക്സാം, അതായത് ഒരു സ്പീക്കിംഗ് എക്സാമും ഒരു റൈറ്റിംഗ് എക്സാമും, അതായത് തിയറി ബേസ്ഡ് എക്സാംസും പ്രാക്ടിക്കൽ ബേസ്ഡ് എക്സാംസും ആണ് മെയിൻ ആയിട്ട് അവർ നോക്കുന്നത്. രണ്ടിലും നമ്മൾ എഫിഷ്യന്റ് ആണോ നോക്കിയിട്ട് മാത്രമേ നമുക്ക് നഴ്സിംഗിലേക്ക് കയറാനുള്ള അനുവാദമുള്ളൂ. അതിലാണ് നമുക്കിപ്പം പ്രാക്ടിക്കൽ സൈഡിൽ നമ്മളിപ്പോ ഭയങ്കര വീക്കാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടു പഠിക്കുന്നില്ല, നമ്മൾ പഠിപ്പിച്ച് കാണിച്ചു തരുന്നത് നമുക്ക് മനസ്സിലാവണില്ല, ലാംഗ്വേജ് ഇല്ല എന്നുള്ള കേസസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഒരാളെ പുറത്താക്കണം. അല്ലെങ്കിൽ അവർ തന്നെ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും ലാംഗ്വേജ് ഭയങ്കര കുറവാണ്, സോ പ്ലീസ് ഈ കോളേജ് മാറണം എന്ന് പറഞ്ഞ് ജീവിതം തീർന്നതല്ല. അതിനുശേഷം നമുക്കിപ്പം ലാംഗ്വേജ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ചെയ്യാം, എന്നിട്ട് ഉടനെ നമുക്ക് വേറൊരു മറ്റു കാര്യങ്ങളൊക്കെ വഴികളുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഓരോ സംഭവത്തിന് ലാംഗ്വേജ് അവരാണ് അത്. അതെ, ജസ്റ്റിനെ പറഞ്ഞ സത്യം, വില്ലൻ കഥാപാത്രം ലാംഗ്വേജ് ആണ്. കാരണം നമ്മൾ കൂടുതൽ പഴയ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ട്. നമുക്ക് പ്രാക്ടിക്കല് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ഇപ്പൊ പേഷ്യൻസ് വരുന്നത് ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരുണ്ട്. പക്ഷെ കൂടുതലും പഴയ പ്രായമുള്ളവർക്ക് ജർമ്മൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്കിപ്പോ പ്രാക്ടിക്കൽ സെക്ഷൻ സമയത്ത് നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ ഇപ്പൊ ഒരു B2 ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്പീക്കിംഗ് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കാര്യമില്ല. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. യൂഷ്വൽ സംഭവം തന്നെ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇത് വേണം. പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഏകദേശം 2 പേരാണ് അല്ലെങ്കിൽ 3 പേരാണ് കോമൺ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ എന്തായാലും ഉണ്ടാവും, മസ്റ്റ്. ഒരു റിട്ടൺ എക്സാം എന്തായാലും ഉണ്ടാവും, സ്പീക്കിംഗും റിട്ടണും. അത് ഏതും ആകാം. ഇപ്പൊ നമ്മൾ ഓരോ മൊഡ്യൂൾസ് ആണല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങളല്ലേ പഠിക്കുന്നത്. അപ്പൊ അതെല്ലാം ഓരോ സെപ്പറേറ്റഡ് മൊഡ്യൂൾസിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഹൈജീൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂള്, അല്ലെങ്കിൽ വേറെ കെയറിന്റെ ഒരു മൊഡ്യൂള്, കെയർ എങ്ങനെ ചെയ്യേണ്ട, മെയിൻ കെയർസിനെ പറ്റിയുള്ള ഒരു മൊഡ്യൂള്, അങ്ങനെ
ഓരോ മൊഡ്യൂൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ മൊഡ്യൂൾസിനും അതിൻ്റെതായ എക്സാംസ് ഉണ്ട്. എല്ലാ ഇയറിലും ഓരോ സ്വയഗ്നസ് എന്ന് പറയും, അതായത് എല്ലാ ഇയറിന്റെയും ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. ആ റിസൾട്ടില് നമ്മൾ എഴുതിയ എല്ലാ മൊഡ്യൂൾസിലും ഏത് ഗ്രേഡ് ഉണ്ടോ അതിന്റെ ഒരു ഇതെടുത്തിട്ട് ഒരു ഗ്രേഡാണ് നമുക്ക് ഓരോ വർഷത്തിൽ കിട്ടുക. ഇപ്പൊ എനിക്കിപ്പം 3rd ഇയറിലെയും 3 ഇയറിലെയും എക്സാം റിസൾട്ട്സ് വന്നു. അപ്പൊ അതിൽ പാസ് ആവുന്നതും കൂടി നോക്കിയിട്ടാണ് ബാക്കി മുമ്പോട്ടേക്ക് വന്നത്. ഇപ്പൊ നമ്മളിപ്പം അതുകൊണ്ട് ഒരു മൊഡ്യൂളിൽ തോറ്റത് കൊണ്ട് നമ്മൾ പാസ്സാവാതിരിക്കുമല്ലോ, നഴ്സിംഗ് ആ ഇയർ പോവില്ല. ഓക്കെ, അതായത് ഇപ്പം ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 എക്സാം ഉണ്ടെങ്കിൽ ഒരെണ്ണം തോറ്റു കഴിഞ്ഞാലും ബാക്കി 9 എണ്ണം നമ്മൾ മേക്കപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇയറിൽ നമുക്ക് പാസ്സായി കിട്ടും. അതെ, കഴിഞ്ഞ 2 1.5 വർഷം മുമ്പ് വരെ നമുക്ക് രണ്ടാമത് എഴുതാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് കഴിഞ്ഞിടയ്ക്ക് അത് മാറ്റുകയും ചെയ്തു. നോർമലി ഈ കോഴ്സ് തുടങ്ങി കഴിഞ്ഞ് രണ്ടാമത് എഴുതാനൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അത് ഞങ്ങൾ ഇപ്പം എനിക്ക് സബ്ജക്ട് പോയ വിഷയങ്ങളുണ്ട്. എനിക്ക് സബ്ജക്ട് പോയ സമയത്ത് ഞാനത് രണ്ടാമത് എഴുതിയെടുത്തു. രണ്ടാമത് നമ്മൾ അതിന് പകരമായിട്ട് ഒരു പ്രൊജക്ട് വർക്കോ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നമ്മളത് ജയിക്കും. അങ്ങനെയാണ് അത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം കുറെ പേര് അതിൽ പാസ്സാകാതിരുന്ന സമയത്തേക്ക് ഗവൺമെന്റ് അത് മാറ്റി. ഗവൺമെന്റ് ആ പരിപാടി നിർത്തിയിട്ട് ഇനി രണ്ടാമത് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു നിയമം വന്നു. അതായത് തോറ്റു കഴിഞ്ഞാൽ അത് ആ മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടിൽ കാണും. ഇൻഫർമേഷൻസ് ഒക്കെ ഇപ്പം ചിലപ്പോൾ ഇപ്പൊ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് അറിയില്ല. കാരണം അത് കോളേജസ് കുറച്ച് താമസിച്ചാണ് ഗവൺമെന്റ് ഞങ്ങളോട് എത്തിച്ചത് പോലും. അതുകൊണ്ട് ഞങ്ങള് അത് തന്നെ അതാണ് ഇപ്പം അതായത് ഈ ഒരു കോഴ്സ് തുടങ്ങിയപ്പം ഉള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് ചില ഇൻഫർമേഷൻസ് ഒക്കെ ശരിയായ, അതായത് ചില റൂൾസ് ഒക്കെ നിയമിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ബാച്ച്. ഞങ്ങൾ അതിൽ കൂടുതൽ എല്ലാം കടന്നുപോയ ആൾക്കാരാണ്. അപ്പൊ അതായത് നമുക്ക് ഓരോ നമുക്കിപ്പോ ഇനി വരുന്ന ബാച്ചിൽ അത് പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അത് തന്നെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ആബ്സെന്റ് ആയാലും തിരിച്ച് നോട്ട്സോ അങ്ങനെ ഒന്നും നമുക്ക് ആരും എടുത്തു തരില്ല. ഇവിടുത്തെ സ്വന്തം ക്ലാസ്മേറ്റ്സിന്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ ക്ലാസ്മേറ്റ്സ് നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ ജർമ്മൻസ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. അതല്ലാതെ നമ്മൾ പോയ ക്ലാസ് പോയത് തന്നെയാണ്. ഇവിടെ ആരും സ്പൂൺ ഫീഡ് ചെയ്ത് ആ ക്ലാസ്സസ് തിരിച്ചെടുത്ത് തരില്ല. നമ്മളിപ്പോ പഠിക്കുന്ന രീതി, നമ്മുടെ നാട്ടിൽ വെച്ച് നോട്ട്സ് ഒക്കെ വെച്ച് ഈ ഡെഫിനിഷൻ ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാം കാണാപ്പാടാണ്. ഡെഫിനിഷൻ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഓരോ രീതികളുണ്ട്. സിനാരിയോ ബേസ്ഡ് ആണോ വരുന്നത്? അതായത് ഇന്ന ആള് ഓരോ ഇത് തരും, സിനാരിയോ അത് തന്നെ. അതിന്റെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഇത് ചെയ്യണം. അത് കണക്ട് ചെയ്തോണ്ട് നമ്മൾ എഴുതാൻ. അപ്പൊ റാൻഡം ആയിട്ട് എന്ത് വേണമെങ്കിലും വരാം നമ്മൾ പഠിച്ചതുമായിട്ട്. അതായത് ഒരു കഥ അവർ പ്രിപ്പയർ ചെയ്തിട്ട് എന്നിട്ട് നമ്മുടെ എഴുതിക്കോളാൻ പറയും. അല്ല, നമുക്കിപ്പം അത് വെച്ചാൽ ഇപ്പം 3 ഇയറിൽ നമുക്കത് മനസ്സിലാവുന്ന വെച്ചാൽ നമ്മൾ ഈ 3 വർഷം പഠിച്ച ഡിസീസസ്, നമ്മള് കെയർ, ബയോളജി, അനാട്ടമി, ഇതെല്ലാം കൂടെയാണ് 3rd ഇയറിലെ ഫൈനൽ എക്സാമിന് വരിക. ഈ 3 പുസ്തകവും അതെ, ഈ 3 പുസ്തകവും വെറുതെ ഇരിക്കാനല്ല, ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഈ 3-ലുള്ളതും കൂടെ ആയിരിക്കും അവസാനത്തെ ഫൈനൽ എക്സാമിൽ നമ്മൾ. ഫസ്റ്റ് ഇയർ ഒരു എക്സാം ഉണ്ട്, സെക്കൻഡ് ഇയർ എക്സാം ഉണ്ട്, 3rd ഇയർ എക്സാം ഉണ്ട്. ഇല്ല, 3rd ഇയർ എക്സാം ഇല്ല. അല്ല, നമുക്ക് അങ്ങനെ ഓരോ ഇയർ നാട്ടിലെ പോലെ എക്സാം ഇല്ല. ഇവിടെന്ന് വെച്ചാല് 2 എക്സാംസ്, മെയിൻ എക്സാംസ്. രണ്ടാമത്തെ എക്സാം, ആദ്യത്തെ എക്സാം വരുന്നത് സ്വിഷൻ പ്രൂഫിംഗ് എന്ന് പറയും. അതായത് ഇടയ്ക്കുള്ള ബിറ്റ്വീൻ ആയിട്ട് മിഡിൽ, അതായത് നമ്മുടെ കോഴ്സിന്റെ മിഡിൽ ഒരു എക്സാം വരും. അത് മെയിൻ എക്സാം ആണ്, അത് ഇമ്പോർട്ടന്റ് എക്സാം ആണ്. അത് നമ്മുടെ ലാസ്റ്റ് എക്സാം പോലൊരു എക്സാം ആണ്. അതിൽ നമ്മൾ ജയിക്കണം എന്നാണ്. അതിൽ ജയിച്ചാലേ മുമ്പോട്ടേക്ക് പോകും, ഇല്ലെങ്കിൽ ഒന്നുകൂടെ എഴുതേണ്ടിയൊക്കെ വരും. അപ്പം സ്വിഷൻ പ്രൂഫിംഗ് എന്ന് പറയുന്ന സാധനമാണ് ആദ്യത്തെ നഴ്സിംഗിന്റെ മെയിൻ എക്സാം. അതിനുശേഷമുള്ളതാണ് ഫൈനൽ എക്സാം. ബ്രിട്ടസ് ഇയറിലുള്ള 3rd ഇയറിലുള്ള എക്സാം ആണ് ഫൈനൽ എക്സാം. അപ്പം ആ സെക്കൻഡ് ഇയറിലെ എക്സാമിൽ നമ്മള് ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറെ മൊഡ്യൂൾസും അല്ലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ആ എക്സാം വരെയുള്ള എല്ലാ മൊഡ്യൂൾസിൽ നിന്നും നമുക്ക് കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് പാർട്സ് തന്നിട്ട് അത് വെച്ചിട്ടാണ് എക്സാം എഴുതുന്നത് സ്വിഷൻ പ്രൂഫിങ്ങിന്. 3rd ഇയർ എക്സാമിന് 3 ഇയേഴ്സിലും പഠിച്ച ഹോൾ മൊഡ്യൂൾസ് സെപ്പറേറ്റ് ചെയ്ത് 3 തവണ. ഇപ്പൊ ഞങ്ങൾക്കിപ്പം ഫൈനൽ എക്സാമിനെ പറ്റി പറയുന്നതിന് ഓക്കെ, ഫൈനൽ എക്സാം നമുക്ക് സ്പീക്കിംഗ് ഒരു കോഴ്സ് ഉണ്ട്. സ്പീക്കിംഗ് ഒരു എക്സാം ആണ്. റൈറ്റിംഗ് 3 എക്സാം, 3 ദിവസമായിട്ട് ഈ 3 വർഷം പഠിച്ച മൊഡ്യൂൾസ് സെപ്പറേറ്റ് ചെയ്ത് 120 മിനിറ്റ്സിന്റെ 3 എക്സാംസ് ആണ് റൈറ്റിംഗ് എക്സാം ഉള്ളത്. അതെ അതെ, റൈറ്റിംഗ് 3 ദിവസം. അപ്പൊ നമുക്ക് ഒരു 120 മിനിറ്റിന് ഒരു എക്സാം കഴിഞ്ഞാൽ അടുത്ത ദിവസം. അതെ തന്നെ, അതെ, ഈ നാട്ടില് പോലെ നമുക്ക് സ്റ്റഡി ലീവ് ഇല്ല. ഞങ്ങൾക്ക് തലേദിവസം വരെ, ശനി ഞായറും ഉള്ള അതിന് മുമ്പേ, അതായത് നമ്മള് ശനി ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ലാസ്റ്റ് ഡേ വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു.
അപ്പൊ അതിന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് നാട്ടിലെ പോലെ ഒരു 10 ദിവസം സ്റ്റഡി ലീവ് നമുക്ക് കിട്ടും ഫൈനൽ എക്സാമിന്, അതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എക്സാം ആണ്, നമുക്ക് ഈ ഒരു സമയത്ത് എക്സാം ആണെന്ന് അറിയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെ ഇനി പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാം, അതിന് മുൻപ് നമ്മൾ നേരത്തെ തുടങ്ങുക. പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ തറമായിട്ട് പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 3 വർഷത്തെയും കൂടെ ഇപ്പൊ നമ്മൾ ഓർക്കും നമുക്ക് ബുക്കുണ്ട്, ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അപ്പൊ നമുക്ക് അത് വെച്ച് പഠിക്കാം 3 വർഷത്തെ എക്സാമിനോട്. അപ്പൊ ബെസ്റ്റ് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് 3 വർഷത്തെ ഫസ്റ്റ് ഇയർ തൊട്ടേ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതല്ലേ ഏറ്റവും നല്ലത്. അതെ, ഇപ്പൊ പറയാം നമ്മൾക്കിപ്പം തലേദിവസം എടുത്ത് വായിച്ച് നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവും ഈ ബുക്ക് തലേദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നമുക്ക് അല്ല പിന്നെ സ്കാൻ ചെയ്യാനുള്ള കഴിവൊക്കെ വേണം. അല്ലാതെ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ട്സ് ആരും ഇവിടെ പ്രിപ്പയർ ചെയ്ത് തരില്ല. അപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട്സിലെ ഓരോ മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ നമ്മൾ സ്വയമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് നമുക്ക് ലാസ്റ്റിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയ ജസ്റ്റിന് പഠിക്കാൻ വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതന്നെ നമ്മളിപ്പം നമ്മൾ സ്വയമായിട്ട് പഠിക്കുമ്പോ തന്നെ ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് ലാസ്റ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതായത് ആദ്യം തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തില് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ വിചാരിക്കരുത് ഈ ആദ്യത്തെ 2 വർഷം ഉഴപ്പി ലാസ്റ്റ് ഇയറിൽ നമുക്ക് രക്ഷപ്പെടാം. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അത് നമുക്ക് അത് ശരിക്കും പോസിബിൾ അല്ല. പോസിബിൾ അല്ലാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. പോസിബിൾ ആയിരിക്കും, പക്ഷെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടായിരിക്കും. ചോദിക്കട്ടെ, ഇപ്പൊ നീ ഇപ്പൊ എന്തായാലും നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരാളാണല്ലോ. അപ്പൊ നീ അപ്പം പഠിച്ച് തീരാൻ പറ്റും. നിനക്ക് ഇപ്പൊ 3rd ഇയർ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് തന്നെ ഈ എക്സാം ഇപ്പൊ കഴിഞ്ഞപ്പോ ഈ 3 ദിവസത്തെ എക്സാമിന് വേണ്ടി ഇപ്പൊ എത്ര മാസം തൊട്ട് ഈ ഫുൾ കവർ ചെയ്യാൻ പറ്റി നിനക്ക്? ഇപ്പൊ നമുക്ക് അതിന് സ്പെഷ്യൽ ബുക്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ ബുക്ക് തന്നെ ചെറിയൊരു ചുരുക്കമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, ഫ്ലീഗ് കോമ്പാക്ട് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഈ ബുക്സിന്റെ തന്നെ ഒരു ചെറിയൊരു ബുക്ക് ഉണ്ട്, ഒരു ലഘു വിവരണം. അതിനെപ്പറ്റി ഞങ്ങൾ താഴെ ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ കാണിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് അതിൽ ജസ്റ്റ് റിഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പിന്നെ ആ ബുക്സിൽ കുറേയും കൂടി ചെറുതാക്കി നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോറി, നോട്ട്സ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മെഡിക്കൽ ടേംസ് പഠിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസീസസ് പഠിക്കാനുള്ള ആപ്സ് ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കാം. നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഉണ്ടോ? ഇല്ല, നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, മെഡിക്കൽ ടെസ്റ്റ്. ഇപ്പൊ ഈ ഐ കെയർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾ ആരുടെ പ്രൊമോഷൻ അല്ല എങ്കിൽ പോലും ഈ ഒരു ബുക്കിന് തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ കാണും. ഇത് ഈ ബുക്കിന്റെ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് ഫോണിൽ അപ്പൊ ഓരോ ടീമിന്റെ നോട്ട്സ് അതിനകത്ത് സമറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാനിപ്പം ടോണി ചോദിച്ച ചോദ്യത്തിന് നമ്മള് എത്രയും നേരത്തെ തുടങ്ങാമോ അത്രയാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ പറയുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ളതനുസരിച്ച് ചെയ്യാം. പിന്നെ ഈ മൊഡ്യൂൾസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. എനിക്ക് ഓരോ മൊഡ്യൂൾസും മെയിനായിട്ട് നേരത്തെ തുടങ്ങുക. പരമാവധി നമ്മളുടെ ഒരു കപ്പാസിറ്റി നമുക്ക് തന്നെ അറിയാം. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒത്തിരി നേരത്തെ തുടങ്ങുക. അപ്പൊ ചെറിയ ചെറിയ പോർഷൻസ് പഠിക്കുമ്പോൾ നമ്മളിപ്പോ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സ് പഠിച്ച് വരുമ്പോൾ നമുക്ക് ഡൗട്ട് ഉള്ളതൊക്കെ അപ്പം നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സമയം എടുത്ത് നമുക്ക് ചെറിയ പഠിച്ചു വരാൻ എനിക്ക് പറയുള്ളൂ. ഇപ്പൊ തലേദിവസം ഇരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുന്ന പരിപാടിയല്ല. അതുപോലെ തന്നെ സ്റ്റഡി ലീവ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് സ്റ്റഡി ടൈം കിട്ടുന്ന സമയം, ഫ്രീ ടൈം കിട്ടുന്നത് നമ്മൾ അതനുസരിച്ച് നമ്മള് അതിനുവേണ്ടി പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ജയിക്കാൻ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ലാംഗ്വേജ് അല്ല, നമുക്ക് അതുപോലെ പോർഷൻസ് കാണും. അപ്പം കഷ്ടപ്പാടാണോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ട് പഠിച്ചാലേ ഇത് നമ്മൾ നേടിയെടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇത് കഴിഞ്ഞ ഈ ഒരു കടമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആസ് എ ഫ്യൂച്ചർ അത്രയും സേഫ് ആണ്, സെക്യൂർഡ് ആണ്. അത് തന്നെ നമ്മൾ ഇത്രയും നല്ല രാജ്യത്ത് വന്നിട്ട് നമ്മളുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ സേഫ് ആക്കി വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഹൗസ് ബിൽഡിംഗ് ആണ് ഇത്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ പരിപാടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ കഷ്ടപ്പെടണം. ശരിക്കും നല്ല ലാംഗ്വേജ് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി പഠിക്കണം. ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പഠിക്കണം. അതിപ്പോ എവിടെയാണെങ്കിലും കുറച്ച് B2 നന്നായിട്ടൊന്ന് കഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസ് എടുത്തുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ ആസ് യൂഷ്വൽ ഒരു 20-21-22 വയസ്സാകുമ്പോഴത്തേക്കും വെൽ സെറ്റിൽഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മനസ്സമാനത്തോടെ ആസ്വദിക്കാൻ തുടങ്ങാം. ആൻഡ് എൻ്റയർ യൂറോപ്പ് ഈസ് ഓപ്പൺ ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഹൗസ് ബിൽഡിങ്ങിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതില് നമുക്ക് ഈ ടൈമിൽ തന്നെ, ഈ പഠിക്കുന്ന ടൈമിൽ തന്നെ എൻജോയ്മെന്റിനുള്ളൊക്കെ ടൈം കിട്ടുന്നുണ്ട്.
ഈ ലീവ് എനിക്ക് ലീവിനെ കുറിച്ച് ലീവ് പറയുന്നതിന് മുമ്പ് പ്രാക്ടിക്കൽ നമുക്ക് ഈ തിയറി ബ്ലോക്കിന്റെ സമയത്താണെങ്കിൽ നമുക്ക് ശനി ഞായർ നമുക്ക് എല്ലാ ശനി ഞായർ വീക്കെൻഡ് ലീവാണ്, അവധി കാണും. നമ്മളെന്ന് വെച്ചാൽ എല്ലാ തിയറി ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് യൂഷ്വൽ, പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഓഫീസിനോട് ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത്. നമ്മൾ തിയറി ക്ലാസ് പഠിച്ചത് അവിടെ പോയി പഠിക്കും. തിയറി ആണെങ്കിൽ സാറ്റർഡേ സൺഡേ നമ്മൾ അവധിയാണ്. അന്ന് നമുക്ക് ഇവിടെ ചില്ലാകാനുള്ള സമയമുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ സമയത്താണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ അവധി കിട്ടും. അത് ഡ്യൂട്ടിയുടെയും പിന്നെ നമ്മുടെ ഡ്യൂട്ടിയുടെ അനുസരിച്ച് ഇപ്പൊ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ ഈവനിങ് നമുക്ക് ടൈം ഉണ്ട്. അത് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ് ആയിട്ട് നമ്മൾ ഇത് പഠിച്ച് ഹൗസ് ബിൽഡിംഗ് മൊത്തം നമ്മള് ഫോക്കസ് ചെയ്തിരിക്കണമെന്നല്ല, ചില്ല് ചെയ്യാനുള്ള നല്ല ടൈം കിട്ടുന്നുണ്ട്. നമ്മളത് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട്. അത് ജർമ്മനിയിൽ മൊത്തത്തിൽ അങ്ങനെയാണ്, എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആയിട്ട് നടക്കും. അന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഏകദേശം 1 മണിക്കൂറോളായി. നമുക്ക് കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് പൊതുവായിട്ട് വരുന്നത്. ഇത് ഏതൊക്കെ ഫീൽഡുകാർക്ക്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് പഠിച്ചതാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞതാണ്, എനിക്ക് എന്നെ പോലുള്ളവർക്ക് ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്യാമോ? പറ്റും. അതെ, ആർക്കും പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും വന്നവര് അല്ല, ഒരു ശരിക്കും പറഞ്ഞ ഉദാഹരണം എപ്പോഴും ആൾക്കാർ ഞാൻ പറയട്ടെ, ഈ ഇരിക്കുന്ന ഞാൻ തന്നെ അല്ല അതെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ടോണി എന്താ പഠിച്ചത്? എന്തുകൊണ്ടെന്നുള്ള ചോദ്യം എന്തുകൊണ്ടെന്നല്ല, എന്താ പഠിച്ചത്? അത് വേണ്ട. ഇപ്പം ഞാന് +2 കോമേഴ്സ് ആയിരുന്നു എടുത്തത്. സയൻസ് പോലെയല്ല, സയൻസ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ മനസ്സിലായില്ലേ, സയൻസ് എടുക്കാത്തവർക്കും നമുക്ക് ചെയ്യാം. അപ്പം സയൻസ്, ബയോളജി ഇതൊന്നും എനിക്ക് കണ്ടുകൂടാത്ത സബ്ജക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ കോമേഴ്സ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു വർഷം ഒരു 6 മാസം പഠിച്ചില്ല. എനിക്കൊന്ന് A1 ലെവൽ ലാംഗ്വേജ് പഠിച്ചു ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് വരുന്ന സമയത്തേക്ക്. അതായത് +2 കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു? ജർമ്മനി ഇങ്ങനെ ചുമ്മാ നോക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് വഴി ഇങ്ങനെ അറിഞ്ഞത് കൊണ്ട് കുറച്ചൊക്കെ അറിയായിരുന്നു. അങ്ങനൊക്കെ പിന്നെ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് നീ വരുന്നതിന് മുമ്പല്ലേ A1 പഠിച്ചതോ? ഞാൻ അന്നേരം നീ +1 പഠിക്കുക. നീ A1 പഠിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് എന്റെ ഫീൽഡ് എനിക്ക് പറ്റുന്നില്ല എന്നെനിക്ക് തോന്നി. മീൻസ് ഭയങ്കര പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാന് ഡിഗ്രിക്ക് കയറി. ഞാൻ BBA ഏവിയേഷൻ പഠിച്ചു. 3 ഇയർ കംപ്ലീറ്റ് ചെയ്ത്. അപ്പൊ ബിബിയുടെ ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. ഗ്രാജുവേഷൻ ഡിഗ്രി കൊണ്ടാണ്, അത് ശേഷമാണ് അത് പിന്നെ പ്ലാൻ മാറ്റാൻ കാരണം കോവിഡ് ടൈം ആയിരുന്നു. ഡിഗ്രി എൻഡ് ചെയ്യുന്ന സമയം കോവിഡ് ടൈം ആയിരുന്നു. പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് എക്സാമിന് മുമ്പുള്ള കോളേജിലെ തിയറി ബ്ലോക്കിന്റെ സമയത്ത് ടൈം ഒത്തിരി ഉണ്ടായിരുന്നു, ഓൺലൈൻ ഒക്കെ ആയതുകൊണ്ട്. അങ്ങനെ ചെറുതായിട്ട് നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ചോദ്യത്തിനുള്ള ആൻസർ, അതായത് ആർക്ക് വേണേലും ഏത് ബാക്ക്ഗ്രൗണ്ട് ആയാലും വിഷയമില്ല. +2 വേണം. +2 വേണമെന്നേ ഉള്ളൂ. പക്ഷേ സയൻസ് തന്നെ വേണമെന്നില്ല. കോമേഴ്സ് ആകാം, BA ആവാം, ഏത് വേണേലും എടുക്കാം. പിന്നെ ഉള്ളത് ഡിഗ്രി. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണമെങ്കിലും, ഏത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഓൾവേസ് വെൽക്കം. കംപ്ലീറ്റ് ചെയ്യുന്നവർക്കും ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്തവർക്കും ഏജ് ലിമിറ്റ് എന്റെ അറിവനുസരിച്ച് 35 ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബട്ട് എനിക്കറിയില്ല അത് പ്രോപ്പർ ഇൻഫർമേഷൻ ആണത്. പക്ഷെ നമ്മുടെ കൂടെ ഏജ് ലിമിറ്റ് ഉണ്ടാവില്ല. അതായത് ഹൗസ് ബിൽഡിംഗ് CKCS എന്നൊരു സാധനമുണ്ട്. ഇവിടെ വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് സീക്ക് ചെയ്യാൻ പറ്റിയ വിസ ഉണ്ട്. അതിന്റെ ലിമിറ്റ് 24 ആണോ 25 ആണോ ആ ഒരു ഇതുണ്ട്. അത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. അതായത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഹൗസ് ബിൽഡിംഗ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് സീക്കർ വിസ പോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് പിടിച്ചെടുക്കാൻ വിസ. അത് ഏതാണ്ട് 18 മാസം അല്ലെങ്കിൽ 9 ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ടൈം ലിമിറ്റും ഉണ്ട് അതിന്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 44 വയസ്സ് വരെ അതിന് ഹൗസ് സ്റ്റാൻഡേർഡ്സിന് വിഷയമില്ല. ബാക്കിയുള്ള ആർക്ക് വേണമെങ്കിലും ഇവിടെ പഠിച്ചവർക്ക് ഇവിടെ ജനിച്ചവർക്ക് ചെയ്യാൻ തോന്നുന്നു. അതെ, നമ്മുടെ കൂടെ ഉള്ളവർക്ക് നല്ല പ്രായമുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടാണ് കയറുന്നത്. അതെ, ഇവിടെയുള്ള രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ പോലെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് പൊതുവെ എത്ര സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പഠിച്ചത് കാരണം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ?
ജോലി പെട്ടെന്ന് പഠിച്ചത് കിട്ടും. കാരണം ആ. ഓക്കെ ഒരു നേഴ്സ് നാട്ടിൽ നിന്ന് വരുമ്പം അവരുടെ പേപ്പേഴ്സ് ഇവിടെ രജിസ്റ്റർഡ് നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് 1 വർഷത്തോളം 1.25 വർഷത്തോളം നമ്മള് അനോക്കിനും എന്ന് പറയുന്ന ഒരു ഇത് അവര് ചെയ്യണം. പരീക്ഷ അതായത് ഇവിടുത്തെ ഒരു എക്സാം എഴുതിയാൽ മാത്രം അത് പാസ്സായാൽ മാത്രമേ അവർക്ക് വർക്ക് ഉണ്ട്, അതായത് ഇവർക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇവര് അവിടെ ക്വാളിഫൈഡ് ആവത്തുള്ളൂ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 3 വർഷം ജർമ്മൻ ഭാഷയിൽ ഇവിടുത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നേരെ ജോലിക്ക് കയറാം. നമ്മൾ ഈ എക്സാം പാസ്സായി കഴിഞ്ഞാല് കയറാമെന്നാണ്. പക്ഷെ അതേസമയം നമുക്ക് ഇപ്പം അതിനു മുൻപേ തന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കിപ്പം നേഴ്സായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അഥവാ നമ്മൾ എക്സാം തോറ്റുപോയി, ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജയിച്ചില്ലെങ്കിൽ പോലും നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് 1 ഇയർ നഴ്സിംഗ് പഠിച്ചാലായിട്ട് ഹെൽപ്പർ ആയിട്ട്, അതായത് ഫ്ലേഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഫ്ലേഗ് ഹെൽപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അതായത് നമ്മൾക്കിപ്പം തോറ്റുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്തേണ്ട ആവശ്യമില്ല. ഈ 3 വർഷത്തെ എക്സാം എഴുതി ജയിച്ചില്ലെങ്കിൽ 3 വർഷത്തെ എക്സാമിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ, ഇപ്പം പാസ്സായി നമ്മളിപ്പോ ജോലിക്ക് കയറി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ശമ്പളം ഭയങ്കര കുറവായിരിക്കും. കുറച്ച് നേഴ്സിന്റെ ശമ്പളം നമുക്ക് കിട്ടില്ല. നേഴ്സിന്റെ ശമ്പളം ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ ഇതുവരെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. പിന്നെ അത് ഓരോ ഇതായിട്ട് ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്ക് ഹൗസ് ബിൽഡിംഗ് പാസ്സായില്ലെങ്കിൽ പോലും നമുക്ക് 1 ഇയർ പഠിച്ച ആളുടെ ഒരു ലെവലിൽ ഇവിടെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളെ ആരും ജയിച്ചില്ലാത്തത് കൊണ്ട് ജോലിക്ക് എടുക്കാതിരിക്കില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക്. എനിക്ക് തോന്നുന്നു ഇവർ 1 ഇയർ 3 ഇയർ 2 നേഴ്സിംഗ് ഉണ്ട്. അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള വേണ്ടിയുള്ള അതിന് നമുക്ക് നാട്ടിൽ നിന്ന് ഈ B2 തന്നെയാണ് ഇതിന്റെ മിനിമം. അതിനും B1 B2 ലാംഗ്വേജ് സത്യം പറഞ്ഞാൽ വേണ്ട കോൺസെപ്റ്റ് കൂടി ഉണ്ട്. കാരണം ഇറാനിന്നും ഇറാഖിന്നും കുറെ ആൾക്കാര് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ ഇപ്പം ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരാള് ഇപ്പം 1 ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് കയറിയത് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് ചെയ്തിട്ട് 3 ഇയർ കോഴ്സിൽ കയറിയത്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടുത്തെ കുട്ടികൾ ഇപ്പം നമുക്കിപ്പം ഭയങ്കര ഇത് ടഫ് ആണോ എന്ന് പേടിയുള്ള ആൾക്കാർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾക്കിപ്പം നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്കാണെങ്കിലും അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നമ്മളിപ്പം 1 ഇയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് അത്രയും എലിജിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഭയങ്കര പേടിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യില്ലാതെ പേടിയുണ്ടെങ്കിൽ നമുക്ക് 1 ഇയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് 3 ഇയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു നല്ലൊരു അത് നമുക്ക് ഇവിടെ സാധനമാണ്. ഫോർട്ടേർ എന്ന് പറയുമ്പോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ 1 ഇയർ ചെയ്തെന്ന് വിചാരിച്ചോ, അന്നേരം എനിക്കിപ്പോ ആഗ്രഹമുണ്ട് ഈ 3 ഇയർ ഇപ്പൊ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്നേരം ഞാൻ ഇപ്പൊ 1 ഇയറിൽ എനിക്ക് ഈ 1 ഇയർ കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഈ 3 ഇയർ കോഴ്സിന്റെ ഞാൻ 2 ഇയർ മാത്രം ചെയ്താൽ മതി. നാട്ടിലത്തെ പോലെ ലാറ്ററൽ എൻട്രി. അതായത് ഓക്കെ, നാട്ടിൽ ലാറ്ററൽ എൻട്രി എന്ന് പറയുന്ന സംഭവം അത് പോളിടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിന്റെ 2nd ഇയറിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഈ 1 ഇയർ ചെയ്ത് കഴിഞ്ഞാൽ ടഫായിട്ട് തോന്നുകയാണ്. ഇപ്പൊ നമുക്കിപ്പോ നമ്മളെ കൂടെ പറ്റുമോ എന്ന് പേടിയുള്ളവർക്ക് അത് ആദ്യം ചെയ്തിട്ട് നമുക്ക് 3 ഇയറിലേക്ക് കയറാം. അപ്പൊ നമുക്ക് ആ ഒരു ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ 1 ഇയർ പഠിക്കുന്നത് വെച്ചാല് ഈ 3 ഇയറിലെ ഒരു ചെറിയൊരു സമ്മറൈസ് ചെയ്താണ് നമ്മൾ ഈ 1 ഇയറിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത്. അത് പറഞ്ഞ കറക്റ്റ് ആയിട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, എന്റെ കൂടെ ഇപ്പൊ പഠിക്കുന്നത് 1 ഇയർ കഴിഞ്ഞിട്ട് വന്നത് അവർക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആകുമ്പോ ഭയങ്കര ടഫാണ്. എക്സ്പ്ലെയിൻഡ് അല്ലെങ്കിൽ ടോപ്പിക്സ് വേഗം നമുക്ക് പഠിക്കുന്നത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ കുറച്ചൊക്കെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നഴ്സിംഗ് അങ്ങനെ വേണമെങ്കിൽ പറയാം. എത്രയും കുറഞ്ഞ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പക്ഷെ അതുപോലെ തന്നെ അതിന് ശമ്പളത്തിന്റെ കുറവുമുണ്ട്. അല്ല, പക്ഷെ അത് തന്നെ അതിപ്പം നമ്മളിപ്പോ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗമായിരിക്കും. 3 ഇയറിലേക്ക് നമുക്കൊരു ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും 3rd ഇയറിലേക്ക് ചെയ്യും. നമുക്ക് അത്രയും കൂടി ജർമ്മൻ ലെവല് കുറച്ചും കൂടി കൂടും. അപ്പൊ ഞാൻ ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ 3 ഇയർ ഇപ്പൊ ഞാൻ പ്രോബസൈറ്റ് ആണെന്ന് വെച്ചോ, ചെയ്യുന്ന സമയത്ത് എനിക്കിപ്പോ 3 ഇയർ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ 1 ഇയർ കോഴ്സിലോട്ട് കൺവേർട്ട് ആകാമല്ലോ. തിരിച്ചും ചെയ്യാമല്ലോ. കൺവേർട്ട് ആയിട്ട് 1 ഇയർ കോഴ്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും വേണമെങ്കിൽ ചെയ്യാം. ജർമ്മനി എപ്പോഴും നമ്മളിപ്പം ഒരു ഹോപ്പ് നമുക്കിപ്പോ എപ്പോഴും ഓരോ ഓപ്പർച്യൂണിറ്റീസ് തരും. ഇവർക്ക് എപ്പോഴും ഓപ്പൺ ഡോർസ് കൂടുതലാണ്. നമുക്കിപ്പോ നമ്മളിപ്പോ ഒരു പരിപാടി കഴിഞ്ഞാൽ തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മളെ അവിടെ നിർത്തില്ല. അവർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് കൊടുക്കാനാണ് ജർമ്മനി എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലതരത്തിലുള്ള ഒരു നേഴ്സിംഗ് ഇതുണ്ടല്ലോ, അതായത് ഓൾഡ് ഏജ് നേഴ്സിംഗ് ആംബുലൻസിൽ വർക്ക് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് നാട്ടിൽ അറിയത്തില്ല ഇത് എന്താണ്. എല്ലാവരും ഇത് ഒരേ സെയിം സാധനം തന്നെയാണെന്നാണ് വിചാരിച്ചു വരുന്നത്. അതിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ ഉണ്ടാവുമല്ലോ.
ഓക്കെ ഇത് ഇന്നതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് ഓൾഡ് ഏജ് ചെയ്യുന്ന നേഴ്സിംഗും നിങ്ങൾ പഠിക്കുന്ന നേഴ്സിംഗും അല്ലെങ്കിൽ ആംബുലൻസിന്റെ അവിടെ ചെയ്യുന്ന നേഴ്സിംഗും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. അതെ, ഈ ആംബുലൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ലതായിരിക്കും. അതോ അതായത് നമ്മളിപ്പോ പഠിക്കുന്ന നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ നേഴ്സിംഗ് വേണം. ഇപ്പൊ ആംബുലൻസ് ഫ്ലൈഗിലും ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്ന നോർമൽ BSc അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് ആണ് പഠിക്കേണ്ടത്. നമ്മൾ ആ ഒരു ഇതപ്പം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് BSc ഉണ്ടെങ്കിലും ജനറൽ ഉണ്ടെങ്കിലും അവർക്ക് ആംബുലൻസ് ഫ്ലൈഗിൽ വർക്ക് ചെയ്യാം. ആംബുലൻസ് ഫ്ലൈഗ് എന്ന് പറയുന്നത് നമുക്ക് പാലിയാറ്റീവ് കെയർ പോലെ വീടുകളിൽ പോയി നമ്മള് രോഗിയെ നോക്കുന്നതിനെയാണ് ആംബുലൻസ് ഫ്ലൈഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അത് നാട്ടിലുണ്ട്, സർക്കാരിന്റെ പഞ്ചായത്തിലൊക്കെ ഉണ്ട് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ പാലിയേറ്റീവ് കെയർ കറക്റ്റ് പാലിയേറ്റീവ് കെയർ ഡിഫറെന്റ് നെയിമിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുപോലെയാണ് ആ ഒരു കൺസെപ്റ്റ് ആണ് അവര് ആംബുലൻസ് ഫ്ലൈഗ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്റെ ചോദ്യം നോർമൽ നേഴ്സിംഗ് അല്ല പഠിച്ചു ഞാൻ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരു കൊച്ചാന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് ഇവിടെ വന്നിട്ട് ഇപ്പം നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേഴ്സിംഗ് ആണോ, അതായത് നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന സെയിം നേഴ്സിംഗ് ആണോ, അതോ അതിലേക്ക് മാറാനോ അല്ലെങ്കിൽ അങ്ങനെ? ആംബുലൻസ് ഫ്ലൈക്ക് പ്രത്യേക കോഴ്സില്ല, ഈ കോഴ്സ് തന്നെയാണ്. നമ്മൾ നേഴ്സിംഗ് പഠിച്ചാലേ ആംബുലൻസ് ഫ്ലൈക്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ കേട്ടേക്കണ പുതിയ നേഴ്സിംഗ് അനുസരിച്ച് എല്ലാം കൂടെ അതെ. ഇപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ജനറൽ നേഴ്സിംഗ് എന്നാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ജനറൽ നേഴ്സിംഗ്. അപ്പൊ എല്ലായിടത്തും നമുക്ക് വർക്ക് ചെയ്യാം. ജനറൽ നേഴ്സിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനറൽ നേഴ്സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാധനം നാട്ടിലെ ജനറൽ നേഴ്സിംഗ് അതെ. ഇവിടുത്തെ ജനറൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് നമ്മള് 4 തവണ ഹോസ്പിറ്റലിലായിരിക്കും നമ്മൾ നോർമലി എല്ലാ നമ്മള് പ്രാക്ടിക്കൽസ് എല്ലാം ഹോസ്പിറ്റലിലായിരിക്കും. പക്ഷെ നമ്മുടെ ഈ നേഴ്സിംഗിൽ 4 തവണ നമ്മൾ പുറത്ത്, അതായത് ഒരു കെയർ ഓൾഡ് ഏജ് ഹോമില് അല്ലെങ്കിൽ ഇതുപോലെ പാലിയാറ്റീവ് കെയറില് അങ്ങനെയുള്ള സ്ഥലങ്ങള് 4 തവണ നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യണം. ഇത്ര മണിക്കൂർ നമ്മൾ കവർ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു എയിം. അപ്പൊ അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഈ നേഴ്സായി കഴിഞ്ഞ് നമുക്ക് ഈ പറയുന്ന ആംബുലൻസ് ഫ്ലൈഗിലോ കെയർ ഹോമിലോ അങ്ങനെ പലയിടത്തായിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് കിട്ടും. അതാണ് ഈ ഒരു നഴ്സിംഗിന്റെ പ്രത്യേകത. നമുക്ക് ഈ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം, നമുക്കൊരു ഡിസൈഡ് ചെയ്യാൻ പറ്റും എനിക്ക് എവിടാണ് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ആസ്പിറേഷൻ ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഏതാണോ അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണോ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അപ്പോഴും കിട്ടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജനറലിൽ തന്നെ 2 രീതിയിലുള്ള സബ്ജീഫും, അതായത് നമുക്ക് കൂടുതൽ ആഴത്തില് പഠിക്കാൻ പറ്റുന്ന 2 കോഴ്സുകൾ. അതായത് നമ്മൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് 3rd ഇയറിലേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ, അതായത് കിൻഡർ എന്ന് പറയുന്ന ചൈൽഡ് സെക്ഷനിലേക്ക് പോകാം, ഇല്ലെങ്കിൽ എൽഡേഴ്സിന്റെ സെക്ഷനിലേക്ക് പോകാം. അപ്പൊ എൽഡേഴ്സിന്റെ സെക്ഷൻ എടുത്തവർക്ക് കൂടുതലും അവര് ഓറിയന്റഡ് ആയിട്ട് പ്രായമുള്ളവരെ നോക്കുന്ന ഓൾഡ് ഏജ് ഹോംസ് അല്ലെങ്കിൽ ആൾട്ടൺ ആംബുലൻസ് ഫ്ലൈഗ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും അത് ആ ഒരു നഴ്സിംഗിന്റെ 3ാമത്തെ വർഷം നമ്മൾ പഠിക്കാൻ പറ്റുന്നത്. ഈ 3rd ഇയർ നമ്മളിപ്പം കുഞ്ഞുങ്ങളുടെ പഠിക്കാനാണ്, ചൈൽഡിന്റെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ചൈൽഡ് കെയർ സെക്ഷനിലായിരിക്കും നമുക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. അല്ല പ്രാക്ടീസസ് കൂടുതലും ചൈൽഡ് കെയർ സെക്ഷൻസിലായിരിക്കും. അതാണ് ഈ 2 ഇപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇത് 2ഉം വേണ്ട. ഇപ്പൊ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പഠിക്കേണ്ട, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടേത് മാത്രം ബേസ് ചെയ്ത് പഠിക്കേണ്ട, ഒന്നിച്ചുള്ളത് പഠിച്ചാൽ മതിയെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ, അതിനാണ് ഇത് ജനറാലിസിയാറ്റ എന്ന് പറഞ്ഞ ജനറൽ ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഞങ്ങൾ 3 പേരും ജനറൽ ആണ് പഠിക്കുന്നത്. ഞങ്ങൾ ആരും എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഇഷ്ടമുള്ളിടത്ത് വർക്ക് ചെയ്യാം. ഇപ്പം നീ ഇപ്പം എക്സാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യല്ലേ, എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് അതിന് മുമ്പ് തന്നെ, നമ്മൾ എക്സാമിന് മുമ്പ് തന്നെ കൊടുക്കണം വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തോട്ട് എന്തെങ്കിലും നമ്മള് ചെയ്യണം? അതെ. ഇപ്പൊ നമുക്കിപ്പോ വിസ, അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത്, ഇപ്പൊ വിസ ഒരു മെയിൻ സംഭവമാണ് ഇവിടെ നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോഴ്സ് തീരുന്ന ഡേറ്റ് വരെ മാത്രമേ നമുക്ക് വിസ ഇവര് ജർമ്മനിയിൽ നിന്ന് തരുള്ളൂ. അതായത് ഇപ്പൊ എന്റെ ഒരു വിസ ഇപ്പൊ 13/3 എന്ന് വിചാരിച്ചോ, കോഴ്സിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് വിചാരിച്ചോ, അപ്പൊ അത് ആ ഒരു സമയത്താണ് ആ ദിവസം വരെയുള്ള എന്റെ വിസ. അപ്പം നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്യണം. അത് തന്നെ. അപ്പൊ നമുക്ക് ഇപ്പൊ ജർമ്മൻസിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല, കാരണം അവർക്ക് എപ്പോ വേണമെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് തുടങ്ങാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിന് കഴിഞ്ഞിട്ടുള്ള വിസ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു പ്ലേസ്, ഇപ്പൊ എനിക്കിപ്പം
കുഞ്ഞുങ്ങളുടെ സെക്ഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു സെക്ഷൻ, ഏതിലൊരു സെക്ഷനിൽ ഇപ്പൊ ഒരു സ്റ്റേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ലെറ്ററും നമ്മുടെ ബയോഡേറ്റയും മോട്ടിവേഷൻ ലെറ്ററും അപ്ലൈ ചെയ്ത് അവിടെ ഒരു പ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് അതിനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെ. വലിയ ടോപ്പിക്കാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ ഒരാൾക്ക് എനിക്ക് തോന്നുന്നത് അതെല്ലാം കൂടെ ഒരുമിച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അതെ ശരിയാണ്. ഇങ്ങനെ വന്നതുകൊണ്ട് ചോദിച്ചാൽ ഫൈനൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇതോടുകൂടി നിർത്താം. ഇതോടുകൂടി കഴിഞ്ഞിട്ട് അതായത് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ട് വൈകിട്ട് അതായത് കണ്ടിന്യൂ ആയിട്ട് സ്റ്റഡി ചെയ്യണമെന്ന് ആവശ്യമുള്ളവർക്ക് കോഴ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? അപ്പൊ നീ ഇത് 3ാമത്തെ കൊല്ലാണ്, നീ ഇത് കഴിഞ്ഞു, എനിക്ക് ഇനി ജോലി ചെയ്യണ്ട, എനിക്ക് ഇനിയും പഠിക്കാം. ഓക്കെ. ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ ഇതിന് ശേഷം നമുക്ക് പഠിക്കണ്ട, ജോലി ചെയ്യണ്ട, സോറി ജോലി ചെയ്യണ്ട, പഠിച്ചാൽ മതി എങ്കിൽ പോലും ഒരു വൈറ്റർ ബിൽഡിംഗ് എന്ന പേരില് പല കോഴ്സസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഡ്യുവൽ സ്റ്റുഡിയോ എന്ന് പറയും. അതായത് ഡ്യുവലായിട്ട് സ്റ്റഡീസ് ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സ്റ്റഡീസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. അത് തന്നെ. ഇപ്പൊ നമുക്ക് വേറൊരു ഡിഗ്രി നമുക്ക് ഇതിന്റെ കൂടെ എടുക്കാം. ഈ നഴ്സിംഗിന്റെ കൂടെ അല്ലാണ്ട് വേറെ അല്ലാണ്ട് എക്സ്ട്രാ ഡിഗ്രി നമുക്ക് എടുക്കാം. ഇവിടുത്തെ സ്റ്റുഡൻസ് എപ്പോഴും അങ്ങനെ, കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. ഇപ്പൊ അവരിപ്പം നഴ്സിംഗിന്റെ കൂടെ തന്നെ പെഡഗോഗിങ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എക്സ്ട്രാ കെയർസ് അല്ലെങ്കിൽ ഉള്ള സ്പെഷ്യൽ ഡിഗ്രീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡ്യുവൽ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഡ്യുവലായിട്ട് സ്റ്റഡീസ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് അനലൈറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നമുക്ക് ഇവരെ ഈ കുട്ടികളെ ഈ വരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ കൺട്രോൾ ട്യൂട്ടോർ ചെയ്യാനും അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാനും അവരെ ടീച്ച് ചെയ്യാനും കാണിക്കാനും പ്രാക്ടിക്കൽസ് ഒക്കെ ഇത് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റഡീസ് അല്ല, അതൊരു 6 മാസത്തെ കോഴ്സ്. അങ്ങനെയാണ് 6 മാസത്തേക്ക് നമുക്ക്. പക്ഷെ അതിന് നമുക്ക് ചില കോഴ്സുകൾക്ക് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്ത് പഠിക്കണം, ചില കോഴ്സുകൾ നമ്മളുടെ നമ്മള് എടുക്കും. പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഒരു കോഴ്സ് അപ്ലൈ ചെയ്ത് അപ്പൊ നഴ്സിംഗ് കഴിഞ്ഞിട്ട് വൈറ്റർ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പൊ സാലറിക്കും വ്യത്യാസം വരുന്നുണ്ടല്ലോ, അതിന്റെ അനുസരിച്ച് എന്തോ കൂടുവോ പ്രൊമോഷൻ? ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കിപ്പോ പ്രാക്ടീസ് അനലൈറ്ററായിട്ട് കയറുവാണെങ്കിൽ ചെറിയൊരു എമൗണ്ടിന് വ്യത്യാസം വരും. ചെറിയ എമൗണ്ടിന് വ്യത്യാസമേ ഉള്ളൂ, നമുക്ക് വലിയ എമൗണ്ട് വ്യത്യാസം. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ MSc പഠിച്ചാലും BSc പഠിച്ചാലും എല്ലാം ഒരേ, എല്ലാവർക്കും ഒരേ ഒരു ഈക്വൽ ഇതാണ് കൊടുക്കുന്നത്. നമുക്ക് അല്ലാതെ ഇപ്പം MSc പഠിച്ച ആള് കുറച്ച് പൊക്കത്ത് നിൽക്കണോ, BSc പഠിച്ച ആൾ കുറച്ചൊരു താഴെ, അങ്ങനെ ഒരു ഇതില്ല. ഇവരെല്ലാവരും ഈക്വാലിറ്റി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാലറി ബേസിലാണെങ്കിൽ പോലും ഒത്തിരി ഒന്നും കൂടുതൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഓരോ ഡിഗ്രി എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പോ 6 മാസത്തെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ അത് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷന്റെ കൂടെ ചേർക്കുകയാണ്. അപ്പം അതിലെല്ലാം നമ്മൾ എക്സ്പെർട്ട് ആണ്. ഇപ്പം സ്കിൻ, ഇപ്പൊ നമുക്കിപ്പോ ഒരു മുറിവ് നോക്കുന്നതിന്റെ ഒരു എക്സ്പെർട്ട് ആവാം. നമുക്കിപ്പോ പഠിച്ച് നമ്മളിപ്പോ മൊത്തത്തിലുള്ള ഒരു ഇതാണല്ലോ പഠിച്ചത്. അപ്പൊ അതിൽ ആഴത്തിൽ നമുക്കിപ്പം ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പം വുണ്ട് മാനേജ്മെന്റ് ഒരു ഞാനിപ്പം അത് കഴിഞ്ഞ ഒരു പ്രാക്ടിക്കൽ ചെയ്ത അവിടെ ഇതുപോലത്തെ ഈ മുറിവുകളെ പറ്റിയുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള ഇതായിരുന്നു, സ്റ്റേഷനായിരുന്നു. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് എന്ന് വെച്ചാൽ ഇതിനു വേണ്ടി മാത്രം വൈറ്റർ ബിൽഡിംഗ് ചെയ്യുന്നത്. അവര് സ്പെഷ്യലായിട്ട് അതിനു വേണ്ടി മാത്രം പഠിക്കുന്നതാ. അപ്പൊ അവർക്കറിയാം ഏത് ടൈപ്പ് എങ്ങനെയാണ് ഓരോ മുറിവുകളും ചെയ്യേണ്ടത്, അതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അവർ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം എത്ര ആഴമുള്ള മുറിവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അത് നമ്മളത് പഠിക്കുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ MBBS എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്ഷനിലും സ്പെഷ്യലൈസേഷൻ നടത്തുന്നില്ല. ഏകദേശം അതുപോലെ ഇവിടെ നേഴ്സിംഗിന് അങ്ങനെ സ്പെഷ്യലൈസേഷൻ നമുക്ക് നടത്താം. 6 months 7 months അല്ലെങ്കിൽ കൂടി പോയ 12 months കോഴ്സ് ഒക്കെ. അത് ഭയങ്കര ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലെ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ കയറി വരുന്ന ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു മോട്ടിവേഷൻ ആണ്. എത്ര വേണമെങ്കിലും പഠിക്കാം, ഇഷ്ടമുള്ള അത്രയും നാളെ നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. സോ ഒരിക്കലും നമുക്ക് പഠിത്തം നിർത്തേണ്ട, പഠിക്കാൻ വേണ്ടി മാത്രം താല്പര്യമുള്ള പുസ്തക പുഴുക്കളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ പോഡ്കാസ്റ്റ് 1.5 മണിക്കൂറിന് മേളിലായിട്ടുള്ള
പെട്ടെന്ന് ഷോർട്ട് ആക്കി പറയാം, ഇനി എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ. അതായത് പിന്നെ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ 2 കൊല്ലം മസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ശരിയാണോ? അതായത് 3 കൊല്ലത്തെ ഹൗസ് ബിൽഡിംഗ് നിങ്ങൾ ചെയ്തു, നേഴ്സിംഗ് ഇപ്പൊ നേഴ്സിംഗിന്റെ കാര്യം മാത്രമല്ല വാട്ടർ അത് ചെയ്തിട്ട് 2 കൊല്ലം നിങ്ങൾ ഈ ജർമ്മനി പഠിച്ചുകൊണ്ട് ജർമ്മനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് നിർബന്ധം, അല്ലെങ്കിൽ അതേ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധം. നിർബന്ധമില്ല. അത് ഓരോ അർബാഗ്യബന്ധ ബേസ്ഡ് ആയിരിക്കും. അല്ല, നമ്മൾക്കിപ്പം ഇവിടെ വരുമ്പോ നമ്മളിപ്പോ അതായത് അതിന്റെ അണ്ടറിൽ തന്നെ അത് നമ്മുടെ നാട്ടില് ബോണ്ട് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. അല്ല, ഞാൻ ബോണ്ടല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ നീ നേഴ്സിംഗ് പഠിച്ചു 3 കൊല്ലം, അതായത് ഇപ്പൊ നേഴ്സിംഗ് ഈ 2 കൊല്ലം ജോലി ചെയ്തിട്ട് വേറെ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ. ജർമ്മനിന്ന് വേറൊരു യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകുന്ന അങ്ങനെയല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. അല്ല, ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, ബോണ്ട് അല്ല. അതായത് നീ നേഴ്സിംഗ് പഠിച്ചു, അത് കാരണം നീ നേഴ്സിംഗ് ഫീൽഡിൽ 2 കൊല്ലം വർക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിനക്ക് IT ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ല ഇല്ല, അത് ഇല്ല. ഞാൻ സാധാരണ ഒരു ഹൗസ് ബിൽഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അടുത്ത ഹൗസ് ബിൽഡിംഗ് ചെയ്യണമെങ്കിൽ അതിലേക്ക് ഹൗസ് ബിൽഡിംഗ് അല്ല, ജോലിയുടെ കാര്യം. അതിപ്പോ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചോണ്ടേ ഇരിക്കാം. ജോലി അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. അതായത് നീ നേഴ്സിംഗ് പഠിച്ചു, നീ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് നീ ജോലിക്ക് കയറി. നീ ജോലിക്ക് കയറുമ്പോ നീ നേഴ്സിംഗ് റിലേറ്റഡ് ജോലിക്ക് തന്നെ കയറണം എന്നാണ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം. ആ സെയിം എക്സാമ്പിൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഏവിയേഷൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ എന്റെ നഴ്സിംഗിന്റെ 3 വർഷം 3 എക്സാമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത ഡയറക്റ്റ് ഏതെങ്കിലും ഒരു എയർലൈനിൽ ജോലി ചെയ്യുവാന്ന് വെച്ചോ, അങ്ങനെ പറ്റുമോ? അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി കാണും, വാലിഡിറ്റി അല്ല ഒരു ഇത് കാണുമോ, വാല്യൂ കാണുമോ, അതോ ഒരു വർഷം നമുക്കിപ്പം ജോലി സാധ്യത ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഈ നഴ്സിംഗിന് ലൈഫ് ലോങ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇതൊരു വാലിഡിറ്റി ഇല്ല. അതല്ല ഞാൻ സോറി എടി അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ പറ്റും. ഏവിയേഷൻ അത് എടി അല്ല, നിനക്ക് ജോലി കിട്ടിയാൽ ഏത് ജോലിക്ക് പോവാം. അല്ല എടാ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയാം. ഇവൻ പറഞ്ഞിരിക്കും 3 കൊല്ലം നീ ഹൗസ് ബിൽഡിംഗ് പഠിച്ചു, നേഴ്സിംഗ് പഠിച്ചു. അപ്പൊ അടുത്ത 4ാമത്തെ 5ാമത്തെ കൊല്ലം നേഴ്സിംഗ് ചെയ്യാതെ നിനക്ക് അടുത്ത ഇതിലേക്ക് പ്രൊഫഷനിലേക്ക് മാറാൻ പറ്റുമോ ഇല്ലയോ? കാരണം അതിന് പറ്റില്ല എന്നൊരു റൂൾ ഞാൻ കണ്ടു. എനിക്ക് അറിയത്തില്ല, ഉറപ്പില്ല. പറ്റും. അത് നമുക്ക് വേറെ, അതാ ഞാൻ പറഞ്ഞോണ്ട് വന്നത്. ഇപ്പൊ നമുക്കിപ്പോ ഇവളിപ്പം 2 ഡിഗ്രി അവൾക്കുണ്ട്. ഇപ്പൊ അവൾക്ക് നഴ്സിംഗ് ഡിഗ്രി ഉണ്ട്, ഏവിയേഷൻ ഡിഗ്രി ഉണ്ട്. അപ്പൊ അവൾക്കിപ്പം അതിനുശേഷം അവള് ഇപ്പൊ വിചാരിക്കുകയാണ് എനിക്കിപ്പം നഴ്സിംഗ് നിൽക്കണ്ട, എനിക്ക് ഏവിയേഷനിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും. പക്ഷേ 2 വർഷം ഈ നഴ്സിംഗ് കഴിഞ്ഞ് തൊട്ട് അടുത്ത വർഷം തന്നെ, മീൻസ് നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പൊ മാർച്ചിൽ എന്ത് ചെയ്യുന്ന വെച്ചോ, നഴ്സിംഗിന്റെ ഏപ്രിൽ തൊട്ട് എനിക്ക് നഴ്സിംഗ് ജോലി കണ്ടിന്യൂ ചെയ്യാതെ ഞാൻ ഏപ്രിൽ തൊട്ട് ഏവിയേഷൻ കയറിന്ന് വെച്ചോ, കുഴപ്പമില്ല. നമുക്ക് ഇവിടുത്തെ കുട്ടികള് ബ്രേക്ക് എടുക്കാറുണ്ട്. നമുക്ക് അവർക്ക് എത്ര നാൾ വേണമെങ്കിലും ബ്രേക്ക് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിസയുടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്കിപ്പോ അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ എനിക്ക് ലോങ് വിസ കാണണം. കാരണം നമുക്കിപ്പോ അപ്പൊ വിസ നീട്ടിയാലും നമുക്ക് ബ്രേക്ക് എടുക്കാം. 1 മാസത്തേക്ക് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് ബ്രേക്ക് എടുത്തിട്ട് നമുക്കിപ്പോ ആ ഹൗസ് ബിൽഡിംഗ് പഠിച്ചതിൽ തന്നെ തുടങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഹൗസ് ബിൽഡിംഗ് തുടങ്ങാം, വേറെ ജോലിക്ക് പോകാം, നോ വിഷയം. പിന്നെ അല്ല, ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇത് കേട്ടായിരുന്നു ഇങ്ങനെ. ഇപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞ 1 വർഷം വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ 1 വർഷത്തിൽ 2 വർഷം വർക്ക് ചെയ്തിട്ട് വേറൊരു ഇതിലോട്ട് പറ്റത്തുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടു. പക്ഷെ ഈ കൃത്യമായിട്ട് അറിയില്ല. അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞങ്ങളെല്ലാരും എക്സ്പെർട്ടുകളൊന്നും അല്ല കേട്ടോ. സ്വാഭാവികമായി നിങ്ങൾക്ക് ഞങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി തരിക. ഇതെല്ലാം ഞങ്ങളുടെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇവര് 3 പേര് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. അപ്പൊ ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇഷ്ടം പോലെ ജർമ്മനിയിൽ ഇഷ്ടം പോലെ മലയാളി സ്റ്റുഡൻസ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ പലർക്കും പല എക്സ്പീരിയൻസ് ആണുള്ളത്. ഇപ്പം അതിലെ കുറച്ച് ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് ഇത് തന്നെ ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക്. അതെ, ഇപ്പം ലൈഫിൽ ഇപ്പൊ നമുക്കിപ്പം ഞങ്ങൾ ഇത്രയും ചിലപ്പോ ഞങ്ങൾക്ക് ആയിരിക്കും കുറച്ച് ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ വീട്ടിലെ എക്സ്പീരിയൻസ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. അതിപ്പോ നമുക്ക്
ചേഞ്ചസ് അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ അതെ. മൂലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപോലത്തെ അടുത്തത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇനിയുണ്ടോ? ആ, Okay. പിന്നെ PR. ആ അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്. PR. അതല്ല ഇപ്പൊ Simple ഇതിനകത്ത് ആർക്കും എക്സ്പേർട്ട് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ PR-ലേക്ക് സിറ്റിസൺഷിപ്പിലേക്കുള്ള ദൂരം നോർമലി ഇപ്പൊ 8 കൊല്ലം എന്നുള്ള 5 കൊല്ലത്തിലേക്ക് ആക്കി. അപ്പൊ നിങ്ങൾക്ക് നോർമലി 5 കൊല്ലം അന്നേരം ആവുള്ളൂ. വീണ്ടും അത് അവിടെ ലാംഗ്വേജ് വീണ്ടും കളിക്കുന്നു. ഇല്ല, നിങ്ങൾക്ക് അവിടെ ലാംഗ്വേജിന്റെ ആവശ്യം വരുന്നില്ല. ഓൾറെഡി നിങ്ങൾ അല്ല, C1-ലേക്ക് കൺവേർട്ട് ചെയ്തു. ഇപ്പം ഗവൺമെന്റ് ഇപ്പം C1 ലെവൽ ലാംഗ്വേജ്, അതായത് 5 കൊല്ലം പ്ലസ് C1 ആയി സിറ്റിസൺഷിപ്പ്. പക്ഷേ അതല്ല, ഹൗസ് ബിൽഡിംഗ് ചെയ്തവർക്ക്, അതായത് ജർമ്മൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ ചെയ്തവർക്ക് ഇത് ഇങ്ങനെ 2 കൊല്ലം കൊണ്ട് നിന്നാൽ ഹൗസ് ബിൽഡിങ്ങിന് പ്രത്യേക ഇതുണ്ടെന്നാണ് കേട്ടത്. അതാണടാ 3 വർഷമാണ് ഹൗസ് ബിൽഡിംഗ് പ്ലസ് 2 കൊല്ലം 5 കൊല്ലം. അതിന്റെ കൂടെ ഇപ്പൊ അവര് C1 ആണ് മെയിൻ ആയിട്ടും ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. C1 ലെവൽ ലാംഗ്വേജ് വേണമെന്നാണ്. ഇപ്പൊ നമ്മൾ പോലും B2 വരെ എടുത്തിട്ടുള്ളൂ കൂടിപ്പോയാൽ. അപ്പൊ നമ്മള് 5 വർഷത്തിന് ശേഷം PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. നമുക്ക് നഴ്സിംഗ് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും ഇപ്പൊ ഞങ്ങളിപ്പം ഞാൻ വന്ന സമയത്ത് സിറ്റിസൺഷിപ്പിലേക്ക് നമ്മൾ അധികം പോകണ്ട, കാരണം അതിന് കുറച്ച് റൂൾസ് മാറിയിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് PR ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. സിറ്റിസൺഷിപ്പിന്റെ റൂളാണ് 5 വർഷം. അല്ല, PR പെർമനന്റ് റെസിഡൻസ്. ഞാൻ ചോദിച്ചത് PR എനിക്കറിയില്ല റൂള്. അപ്പൊ അത്രേ ഉള്ളൂ. മറ്റേ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് 2 കൊല്ലത്തിനാണ്. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല, അത് തന്നെയാണ് അല്ല, നോർമൽ രീതി, അങ്ങനെയാണ് കണ്ടേക്കുന്നത്. അപ്പൊ എനിക്കാണ് ഇപ്പൊ PR എടുക്കുന്നവരെ ഡയറക്റ്റ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ തോന്നുന്നു. അതായത് 5 വർഷം എന്ന് പറയുന്നത് വെറുതെ 5 വർഷമല്ല കേട്ടോ. നമ്മൾ വന്ന സമയം തൊട്ട് നമ്മൾ ജർമ്മനിൽ വന്ന സമയം തൊട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫീസുകളെല്ലാം അടയ്ക്കണം, ഇൻഷുറൻസുകളെല്ലാം അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. എനിക്കാണ് സാധാരണ ഓരോ മനുഷ്യനേക്കാളും അല്ലെങ്കിൽ ഒരാളെക്കാളും പഠിച്ചു കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിഫറൻസ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ടാവും. നോർമലി യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർ 2 കൊല്ലം പഠിച്ചിട്ട് 1 ഇയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തോളൂ. എനിക്കാണ് ഹൗസ് ബിൽഡിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരു 17 വയസ്സിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ 21 പെർഫെക്റ്റ് സെറ്റ് ആയി ഇവിടെ. അത് കറക്റ്റാണ്. +2 കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ആ ഒരു ഏജിൽ സെറ്റ് 5 കൊല്ലം കൊണ്ട് ഒരു സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. സിറ്റിസൺഷിപ്പ് കിട്ടിയാലും മിനിമം PR. അതൊരു നല്ല പോയിന്റ് ആണ്. മീൻസ് ഒരു പക്ഷെ ആ പൊന്നൊരു വ്യത്യാസമുണ്ട്. 17-18 വയസ്സ് വരുന്നു. കുഞ്ഞു പിള്ളേരാണ്. കുഞ്ഞു പിള്ളേരെന്ന് പറയുന്നില്ല, എന്നാലും ഓരോരോ ഇൻഡിപെൻഡന്റ് ആകാൻ പോവുകയാണ്. അപ്പൊ അതിന്റേതായ വിഷമങ്ങളുണ്ടാവും. അതെല്ലാവർക്കും അത് ജസ്റ്റിനെ പറയും. ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ഞാൻ പറയട്ടെ, എന്റെ എക്സ്പീരിയൻസ് എല്ലാവർക്കും വേറെ ഒരാൾക്ക് കിട്ടും. അന്നേരം ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോ അന്നേരം അവര് അയ്യോ ചേച്ചിക്ക് ഇങ്ങനെ ആയിരുന്നു, എനിക്ക് എന്തെങ്കിലും വേറെ രീതിയിലായിപ്പോയി എന്നൊരു രീതി വരും. അതിലും ഞാൻ പറയാതിരിക്കുന്ന. പക്ഷെ അതില് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 17 വയസ്സ് വരെ വീട്ടില് എല്ലാം ഭയങ്കര ഓക്കെ ആയിരുന്നിട്ട് നമ്മള് പെട്ടെന്ന് നമ്മളെ ഒരിടത്തേക്ക് കൊണ്ടുവിടുമ്പോ നമ്മൾ അത്രത്തോളം സഫർ ചെയ്യേണ്ട സമയങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മള് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഫാമിലി സപ്പോർട്ടും മറ്റും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അത് നല്ല ഒരു നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇനി വരും കാലങ്ങളിൽ ഒരുപാട് മലയാളികൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, അപ്പൊ നമുക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ പല സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം പല ഗ്യാതറിങ്സ് ഉണ്ട്, അതിലൊക്കെ നമ്മൾ പോകുന്നു. അപ്പൊ നമ്മളൊരു ആ ഒരു ലോൺലിനെസ്സിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് കുറെ ഫ്രീ ടൈം നമുക്ക് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവും. അപ്പം അതുള്ളത് നമ്മൾ കുറേം കൂടിയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പം ആ ഇങ്ങനത്തെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കിട്ടും. പിന്നെ ഒരു സൈഡ് നോക്കുമ്പോൾ നമ്മൾ സ്വയമേ ബിൽഡ് ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പൊ വീട്ടിൽ നിന്ന് മാറുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പല സാഹചര്യങ്ങളും നമ്മള് വിചാരിച്ചു പോകും എന്തിനാ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിത് പഠിക്കുമ്പോ ഉള്ള ഒരു ഡിഫറൻസ്, ഇവിടുത്തെ ഡിഫറൻസ് എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ നമ്മുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ് ആയിട്ട് നമ്മുടെ ലൈഫ് സേഫ് ആക്കി കഴിഞ്ഞു, ഫ്യൂച്ചർ സേഫ് ആക്കി. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിപ്പം ജസ്റ്റിൻ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് 17 വയസ്സ് ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എന്തുവാണെങ്കിലും അവര് നമ്മളെ കാണുമ്പോ നമുക്ക് 17 കൊച്ചെന്ന് അങ്ങനെ ഇത് കിട്ടത്തില്ല, പരിഗണന കിട്ടത്തില്ല. കാരണം ഇവിടുത്തെ പിള്ളേര് വളർന്ന കൾച്ചർ എന്ന് വെച്ചാൽ അവര് ആ ടൈം ആകുമ്പോഴത്തേക്ക് സെൽഫ് ഇൻഡിപെൻഡന്റ് രീതിയിലാണ് അവര് പോകുന്നത്. അതുകൊണ്ട് ആ കെയറെ നമുക്ക് കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളും അതേ ലെവലിൽ വരണം. അതിനാണല്ലോ നമ്മളെല്ലാരും കൂടെ വരുന്നത്. സമയം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പോഡ്കാസ്റ്റിന് ആവുകയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റില്
ചോദിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അറിയാത്ത ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫർമേഷൻസ് ആവശ്യമുള്ളവർക്ക് നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കും അറിയാൻ പറ്റട്ടെ ഇതിലൂടെ. മാജിക് പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഹൈലൈറ്റ് വെള്ളേക്ക് ചവിട്ടുപൊട്ടിക്കാണോ? അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് ഇൻഫോർമാറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അരിയോസ്